അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കാരുണ്യക്കടലായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് മറ്റൊരു റമളാനിലേക്ക് കൂടി നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ സകലമാന തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെടിപ്പിച്ച് ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാനും ഉതകുന്ന നിലക്കുള്ള ഒരു നല്ല റമളാനായി ഇതിനെ അല്ലാഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രഭാത വെളിച്ചം അല്ലെങ്കിൽ റമളാൻ വെളിച്ചം എന്ന ടൈറ്റിലിൽ റമളാൻ 30 വരെ നീണ്ടു നിൽക്കുന്ന ഹദീസിൻ്റെ ഒരു പഠന പരമ്പരയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും അല്ലാഹു തആല അവൻ്റെ അടുക്കൽ വലിയ ഖബൂലിയത്തുള്ള അമലായി നമ്മളിൽ നിന്നും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഹദീസ് 1. ഹുക്കിയ അന്ന ശിബിലി റഹിമഹുല്ലാഹ് ഖദമ 400 ഉസ്താദ് വഖാല ഖറഅതു 4000 ഹദീസൻ ثم اخترت منها حديثا واحدا وعملت به وخليت ما سواه لأني تأملته فوجدت خلاصي ونجاتي فيه. മഹാനായ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ലോകപ്രസിദ്ധ ഔലിയാക്കന്മാരിൽ വലിയ മഹത്വമായ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് ഹിക്കായത്ത് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു 400 ഉസ്താദുമാർക്ക് സേവനം ചെയ്തിട്ടുണ്ട്. വഖാല, മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറഅതു 4000 ഹദീസൻ, ഞാൻ 4000 ഹദീസുകൾ ഓതി. ثم اخترت منها حديثا واحدا, ആ 4000 ഹദീസുകളിൽ നിന്നും ഒരു ഹദീസിനെ ഞാൻ തിരഞ്ഞെടുത്തു. വഅമിൽതു ബിഹി, ആ ഒരു ഹദീസ് കൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. വഖല്ലൈതു മാ സിവാഹു, മറ്റുള്ളതൊക്കെ ഞാൻ തൽക്കാലം മാറ്റിവെച്ചു. കാരണം ലിഅന്നി തഅമ്മൽതുഹു വവജദ്തു ഖലാസി വനജാതി ഫീഹി, ഈ ഒരു ഹദീസിൽ ഞാൻ ചിന്തിക്കുകയും അതിലൂടെ എൻ്റെ മോചനവും രക്ഷയും ഈ ഹദീസിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. വകഅന്നൽ ഇൽമൽ അവ്വലീന വൽ ആഖിരീന കുല്ലുഹു മുന്ദരിജം ഫീഹി, മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാ ആളുകളുടെയും അറിവുകളുടെ ആശയം ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഫക്തഫൈതു ബിഹി, ഞാൻ ആ ഹദീസ് കൊണ്ട് തൃപ്തിയടഞ്ഞു. വദാലിക, ആ ഹദീസ് എന്തെന്നാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല ലി ബഅദി അസ്ഹാബിഹി, അവിടുത്തെ ചില സ്വഹാബത്തുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഅ്മൽ ലിദുന്യാക ബിഖദരി മഖാമിക ഫിഹ, ദുന്യാവിന് വേണ്ടി നീ അധ്വാനിക്കുക. ബിഖദരി മഖാമിക ഫിഹ, ആ ദുന്യാവിൽ എത്ര കാലമാണ് നീ താമസിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് നീ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുക. ഈ ലോകത്ത് നമ്മൾ എത്ര കാലത്തോളം ജീവിച്ചിരിക്കുമെന്ന് അള്ളാഹുവിനേക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയുകയില്ല.
ഒരു മനുഷ്യൻ എപ്പോഴാണ് മരണപ്പെടുക, എവിടെ വെച്ചാണ് മരണപ്പെടുക, അയാളുടെ ആയുസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. വഅമൽ ലി ആഖിറതിക ബിഖദ്രി ബഖായിക ഫീഹാ. വഅമൽ, നീ അധ്വാനിക്കുക, ലി ആഖിറതിക, നിൻ്റെ പരലോകത്തിന് വേണ്ടി, ബിഖദ്രി ബഖായിക ഫീഹാ, ആ ആഖിറത്തിൽ നീ എത്രത്തോളം ബാക്കിയാവും എന്ന കണക്കിനനുസരിച്ചുകൊണ്ട് നീ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുക. അൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും ബാക്കിയാവുന്നതും. പരലോക ജീവിതത്തിനൊരു അന്ത്യമില്ല, എന്നെന്നും അനശ്വരമായിട്ടുള്ള ജീവിതമാണ് ആഖിറം എന്നുള്ളത്. അപ്പോൾ ദുന്യാവിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കേവലം നശ്വരമായ ദുന്യാവിനു വേണ്ടി സമയം കളയാതെ അനശ്വരമായിട്ടുള്ള ആഖിറത്തിനു വേണ്ടി, ഏറ്റവും ഉന്നതമായ ജീവിതമായ ആഖിറത്തിലെ ജീവിതത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുക. വഅമൽ ലില്ലാഹി, നീ അള്ളാഹുവിനു വേണ്ടി ഇബാദത്ത് ചെയ്യുക. ബിഖദ്രി ഹാജതിക ഇലൈഹി, അള്ളാഹുവിനെ നിനക്ക് എത്ര കണ്ട് ആവശ്യമുണ്ട് അതിനനുസരിച്ച്. ഈ ലോകത്തും പരലോകത്തും ഇപ്പോഴും ഒരടിമക്ക് അള്ളാഹുവിനെ എപ്പോഴും ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണമില്ലാതെ, അവൻ്റെ ആ ഒരു തർബിയത്തില്ലാതെ ഒരാൾക്കും ദുന്യാവിലും ആഖിറത്തിലും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു അടിമ എന്ന നിലക്ക് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ ആശ്രയിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ആശ്രയമില്ലാതെ, അവൻ്റെ സഹായമില്ലാതെ നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വഅമൽ, നീ അധ്വാനിക്കുക, ലിന്നാരി, നരകത്തിന് വേണ്ടി, ബിഖദ്രി സ്വബിരിക അലൈഹ, ആ നരകത്തിൽ നിനക്ക് എത്രത്തോളം ക്ഷമിക്കാൻ സാധിക്കും എന്ന ഖദറനുസരിച്ചുകൊണ്ട് നീ നരകത്തിന് വേണ്ടി അധ്വാനിക്കുക. ഒരിക്കലും ഒരാൾക്കും ഒരു നിലക്കും ഒരു മൈക്രോ സെക്കൻഡ് പോലും നരകത്തിൽ ക്ഷമിക്കാൻ പറ്റുകയില്ല. അത്രത്തോളം കഠോരമായ ശിക്ഷയാണ് ആ നരകത്തിൽ ദോഷികൾക്ക് വേണ്ടി അല്ലാഹു തആല തയ്യാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നമുക്കൊരു നിലക്കും ക്ഷമിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് നരകത്തിന് വേണ്ടി വഴിപ്പെടാതെ, അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടാതെ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി, ഇഹപര വിജയത്തിനു വേണ്ടി അധ്വാനിക്കുക. എന്നാൽ ഈ 4 കാര്യങ്ങൾക്ക്, ഈ 4 ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഹദീസ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമ്മുടെ ഇഹത്തിലും പരത്തിലുമുള്ള ജീവിതത്തിൻ്റെ വിജയം നമുക്ക് കൺകുളിർക്കെ കാണാൻ സാധിക്കും. ഈ ദുന്യാവിലും ഇവിടെ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞു പോയാൽ നാളെ ആഖിറത്തിലും ഇതിൻ്റെ ആ ഒരു പ്രതിഫലനം നമുക്ക് കൺകുളിർക്കെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറത്തിനു വേണ്ടി അധ്വാനിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ഇബാദത്ത് ചെയ്ത് ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.